അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മോണ്ടനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ബോസ്നിയയിൽ നിന്ന് യാത്രയാകുകയാണ്. ഞങ്ങളിന്ന് രാവിലെ 5:30 എണീറ്റു. സമയം 6:30 അപ്പം 6:30 ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ യാത്ര, 5 മണിക്കൂർ ഡ്രൈവ്, 5-5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ബ്രേക്ക് ഉൾപ്പെടെ ഒരു 6 മണിക്കൂർ. അത് ചെറിയ വഴികളാണ്. അതെ, അരുവികളും കുറ്റിക്കാടുകളുള്ള വഴിയാണെന്ന് മാർക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ചെറിയ വഴികൾ കൂടി ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പം ബോസ്നിയയിലേക്ക് വിടാം. ഇനി വീണ്ടും യാത്ര കാണാം. താങ്ക് യു. ഇത് നമ്മുടെ അല്ലേ ബോസ്നിയ അത് കഴിഞ്ഞ പറഞ്ഞായിരുന്നു. ഇന്നും പോകുന്നു. അയ്യോ എല്ലാം കേട്ടില്ല, സോറി. അയ്യോ അപ്പം നോക്കണ്ടായിരുന്നു. അയ്യോ ഇതൊന്നും നടക്കില്ല. പോയപ്പോട്ട് നമ്മൾ കൈകൊണ്ട് ഒന്നല്ല. ഈ റിമോട്ടൊക്കെ എന്നാ ഉണ്ടായത്? ഇതിനപ്പുറം ചാടി കിടന്നവനാണ് ഈ KK ജോസഫ്. ഞങ്ങളിപ്പോൾ മോണ്ടിനാഗ്രയുടെ അടിവാരത്ത് നിൽക്കുകയാണ്. ഈ വലതുസൈഡിൽ ഒരു നല്ലൊരു അരുവിയുണ്ട്. അവിടെ ഇറങ്ങണമെന്ന് ബിജുവിന് ആഗ്രഹം. പക്ഷെ സാബു സാർ സമ്മതിക്കില്ല. കാരണം ഒഴുകി പോയാൽ അതല്ല, ലൂസേജ് പ്രത്യേകം പോയിട്ടുണ്ട്. കണ്ട അരുവിയും തോടൊക്കെ കാണും. അങ്ങോട്ടൊന്ന് ഇറങ്ങിയൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് പുള്ളി എന്നെ ചാരുവാ. ലൂസേജ് ഞാൻ ഈ വീട് ചേച്ചി വഴക്ക് പറയും. ഞങ്ങളോട് വെള്ളത്തിലോ കടലിലോ തോട്ടിലോ ഒന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞേക്കുവാ. ഞങ്ങളുടെ മുഖത്ത് ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റിയല്ലോ. നല്ലൊരു അരുവി അവിടെ കൊടുത്ത് ഓടുന്നുണ്ട്. പക്ഷേ ഇറങ്ങാനായിട്ട് കണ്ണീര് പോലെയുള്ള വെള്ളമാണ്. ചെറിയൊരു അരുവിയാണ്. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്നില്ല. എന്നറിയാം, ചേച്ചി വഴക്ക് പറയും. ചേച്ചിയെ ധിക്കരിച്ച് ഞങ്ങൾ ഒരു പരിപാടിയില്ല. ഈ മല എന്ന് പറഞ്ഞാൽ ഇത് 1.5 മലയാണ്. എൻ്റെ അമ്മോ, ഇത്രയും വലിയ മല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലെ അതായത് റോഡിന് ചേർന്ന് നമ്മൾ മലകൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഈ മലകൾ ശരിക്കും പറഞ്ഞാൽ അവർ വഴി ഇങ്ങനെ വെട്ടിയെടുത്തതാണ്. 2 മലകൾക്കിടയിലൂടെ വെട്ടിയെടുത്തൊരു വഴിയാണിത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുമോ? എൻ്റെ പൊന്നെ, അയ്യോ. അപ്പോൾ ഇവിടെ നിർത്തി ഇങ്ങനെ വീഡിയോ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമെന്ന് തോന്നി. കാരണം വണ്ടിയൊക്കെയുണ്ട്. വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. അല്ലേലും നീയാള് ഭയങ്കരിയാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല ഭംഗി വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനായിട്ട് കൊണ്ട് നിർത്തുന്നതായിരിക്കും. വെള്ളം നോക്കി പോണേ. ഞങ്ങളൊരു തുരങ്കത്തിൽ കൂടി പോകും. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ടണലിൽ വെട്ടമില്ലാത്ത തുരങ്കം. ഇലക്ട്രിസിറ്റി ഇല്ല. പവർ പോയതാണോ എന്നറിയില്ല. എന്നാലും ഒരു 1/2 കിലോമീറ്റർ നീളത്തിലുണ്ട് കേട്ടോ ഇത്. റിഫ്ലക്ടർ പോലും അതെ, ഒരു റിഫ്ലക്ടറും ഇല്ല. ലൈറ്റ് മുകളിൽ എന്തോ ഉണ്ടല്ലോ സംഭവം. ലൈറ്റ് എന്നാ മുകളിൽ പണി നടക്കുന്ന കറണ്ട് പോയാണോ? സന്ധി ഹാപ്തല്ലേ ആ ഒരു വീടുകൾ ഇരിക്കുന്നുണ്ട്. ഈ മലകൾക്കിടയിൽ കുറേ വീടുകൾ. നല്ല രസമുണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞു മുട്ട് പോലെ തോന്നുന്നു ആ വീടുകളൊക്കെ കിടക്കുന്നത് കണ്ടു. ഒന്ന് സൂം ഔട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാം വീടുകളാണ്. ആ മലകളുടെ മുകളിലെല്ലാം വീടാണ്. റോഡിൻ്റെ വീതി കുറഞ്ഞു വരുവാണോ?
അത് നമ്മളെ കൂട്ടിക്ക് കുറേ വീട് എടുത്തു. നമുക്കിവിടെ മലയാളത്തിൽ എഴുതില്ല. ഇത് വീണ്ടും ഒരു ലേക്കാണ്. 1, 2, 3, 4 മലനിരകൾ മുമ്പ് എടുത്ത ഫോട്ടോ എടുക്കാൻ യെസ്. അപ്പൊ നമ്മളിപ്പം എവിടെയാപ്പം? നമ്മൾ ഇന്ന് പർവ്വതങ്ങളുടെ രാജ്യമായ മൗണ്ടനീഗ്രോയിലാണ്. അതിന്റെ ക്യാപിറ്റലായ ബുധുവയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബുധുവ. അപ്പം ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ചുറ്റും 3 സൈഡ് മലകളും 1 സൈഡ് കടലുമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് മൗണ്ടനീഗ്രോ എന്ന് പേര് വന്നത്. അതായത് മൗണ്ടൻ കൂട്ടിയുള്ള ഒരു പേരാണ്. രാജ്യത്തിന്റെ പേര് തന്നെ മൗണ്ടൻ എന്ന് കൂട്ടിയാണ്. അങ്ങനെ ഒരു രാജ്യമേ ഉള്ളൂ. അതെ, മൗണ്ടൻ കൂട്ടി മൗണ്ടനിഗ്രോ. മൗണ്ടനീഗ്രോ. അതെ, മൗണ്ടനിഗ്രോ എന്ന് പറയുന്നത് തന്നെ ആ മലകളുടെ പേര്, മലകൾ എന്നുള്ള അർത്ഥം കൂട്ടിയാണ് എന്റെ പേര് തന്നെ. നമ്മൾ പോന്നപ്പോ തന്നെ കണ്ട് 3 സൈഡും മലകളാണ്. മലകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം. ഇതെന്നാ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു? 2006 സ്വാതന്ത്ര്യം കിട്ടി. 2006 സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഒരു രാജ്യമാണിത്. പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഇവര് വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ക്ലീൻ ആണ്. വലിയ തിരക്കില്ല. ജനസംഖ്യ കുറവാണ് ഈ രാജ്യത്ത്. ബാക്കി നീ പറഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ബുധുവ അല്ലേ? ബുധുവാട് ബീച്ച്, സാൻഡ് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. നല്ലൊരു ഫേമസ്, വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ചാണ് യൂറോപ്പ്. കടലിൽ ചുരുക്കുന്ന പറഞ്ഞാൽ അവിടുന്ന് ആ ഭാഗത്താണ് പേര് വരുന്നത്. അപ്പം ഇതിവിടെ ഒരു ബീച്ചായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഗതി പോകുന്നത്. നമ്മൾ പറയുന്ന പേരുകളൊക്കെ ചിലപ്പം പ്രൊനൗൺസിയേഷൻ ഒക്കെ ചിലപ്പം വേറെ രീതിയിലായിരിക്കും നിങ്ങൾ പറയുന്നത്. ആക്സന്റ് ഒക്കെ ചിലപ്പോൾ ഡിഫറെന്റ് ആയി. കാരണം ഓരോ രാജ്യത്തിന്റെയും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഓരോ രാജ്യത്തിന്റെയും ഓരോ രീതി അനുസരിച്ച് അവരുടെ ആക്സന്റ് അനുസരിച്ചാണ് ഓരോ രാജ്യങ്ങളുടെ പേര് പറയുന്നതും ഓരോ സ്ഥലങ്ങളുടെ പേര് പറയുന്നതും. നമ്മൾ ആ ഇംഗ്ലീഷ് വായിച്ചെടുക്കുന്ന പേരാണ് നമ്മൾ പറയുന്നത്. അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകാം, അല്ലെങ്കിൽ ആക്സന്റ് ഒക്കെ ചിലപ്പോൾ മാറി വരാം. അപ്പൊ സദയം ക്ഷമിക്കുക, ഞങ്ങളൊരു യൂട്യൂബർ അല്ല, ഞങ്ങളൊരു ബ്ലോഗർ അല്ല, ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരുമല്ല. താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നാളെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത രാജ്യത്തേക്ക് പോകും. നാളെ നമ്മള് എങ്ങോട്ടാ പോണേ? അൽബേനിയ. നാളെ നമ്മൾ അൽബേനിയക്ക് ഇവിടുന്ന് പോകും. ഏതാണ്ട് ഇവിടുന്ന് ഒരു 3 മണിക്കൂർ. അപ്പം ഓക്കെ. അപ്പൊ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം The Great Padua അല്ലേ? അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ബുധുവ. അപ്പോൾ ഞങ്ങൾ ഫ്രോം the Great Round Road Trip. See you tomorrow again with another country. Thank you.